ഹലോ, എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഇനി പറയാനും പോകുന്നത്. മഹാസംഗമമാണ് കേട്ടോ നടക്കുന്നത്. ബോറായി തുടങ്ങിയോ? എനിക്കിത്തിരി ബോറടിച്ച് തുടങ്ങിയത് തോന്നുന്നുണ്ട്. ഒന്ന് ആ ഒരു മഹാസംഗമം കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം കഥ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോവാണല്ലോ. ഒരു ചെറിയ ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ട്. കാരണം ആ കൊച്ച് എങ്ങനെയാണ്, ആരാണ് കുഞ്ഞിനെ പുറത്തെടുക്കുക എന്നുള്ളത് അറിയാം. നമ്മുടെ ചാരു തന്നെയായിരിക്കുള്ളൂ കുഞ്ഞിനെ ആ ഗുഹയിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളത് ഏറെക്കുറെയൊക്കെ അറിയാം. എന്നാലും അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. മാത്രമല്ല, ഇനി നമ്മുടെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ മാത്രം കഥയായിട്ട് ചെയ്യാനായിട്ട് ഒരാഗ്രഹം അത് വേറെയുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോഴേ നമ്മുടെ ചാനൽ കൂടുതലായിട്ടും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണ്. അപ്പോഴേ നമ്മളുടെ ചാനലിനെ ഒന്ന് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയാണ് കേട്ടോ. അപ്പോൾ 2 സീരിയലിൻ്റെ സംഗമമാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു. അപ്പോൾ പുന്നാരം എന്ന് പറയുന്ന സീരിയലിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ ഇപ്പോൾ പറയുന്ന ആൾക്കാരൊക്കെ. വിക്രം, അതുപോലെ തന്നെ വിക്രമിൻ്റെ ഭാര്യ വിജി, അതുപോലെ തന്നെ കുട്ടി നീള. കുട്ടിയാണ് ഗുഹയുടെ ഉള്ളിൽ പെട്ടിരിക്കുന്നത്. കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജി എന്ത് ചെയ്തിരിക്കുകയാണ്, ആ ഗുഹയുടെ ഉള്ളിലേക്ക് ചാടിയിരിക്കുകയാണ്. കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രം ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്, വിജിയെ കണ്ടെത്തുകയാണ്. പക്ഷേ തൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് ഇവരെന്ന് വിക്രം അറിയുന്നില്ല കേട്ടോ. ഈ കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ ഇവർ തമ്മിൽ പിരിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞാണ് നിള എന്നുള്ളത് വിക്രമിന് അറിയില്ല. വിജിയാണ് കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ളതും വിക്രമിന് അറിയില്ല. അതുപോലെ തന്നെ വിജിയുടെ കുഞ്ഞാണ് വിക്രമിനോടൊപ്പം ഉള്ള ആൺകുട്ടി കവിൻ എന്നുള്ളത് വിജിക്കും അറിയില്ല കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രം ഗുഹയിലേക്ക് ഇറങ്ങുകയാണ്. ഗുഹയിലേക്ക് ഇറങ്ങിയ വിക്രമിന് കാര്യം മനസ്സിലാവുകയാണ്. കാരണം കുഞ്ഞ് കുറേയും കൂടിയൊക്കെ അടിത്തട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു പാമ്പുണ്ട്. പാമ്പിൻ്റെ മടയിലാണ് കുഞ്ഞ് വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് വിക്രം അറ്റംപ്റ്റ് നടത്തിയെങ്കിലും ഈ പാമ്പ് കൊത്താനായിട്ട് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ച കാര്യമാണെന്നുള്ളത് വിക്രമിന് മനസ്സിലാവുകയാണ്. എന്നാലും വിക്രം മനസ്സിൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് മാത്രമേ താൻ മുകളിലേക്ക് കയറുള്ളൂ എന്ന്. ആ സമയത്താണെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവർ പറയുകയാണ് എന്തായാലും ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള വിജിയുടെ അടുത്തേക്കാണ് വിക്രം എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്രം വിജിയുടെ ശരീരത്തിൽ റോപ്പെല്ലാം കെട്ടിക്കൊണ്ട് അവളെയും കൊണ്ട് മുകളിലേക്ക് വരാനായിട്ട് നോക്കാൻ പറയുകയാണ്. കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളത് ഇപ്പം എന്തായാലും വിക്രമിന് സാധിക്കുന്ന കാര്യമല്ല. വിക്രമിൻ്റെ ഒരുപാട് ഇഞ്ചുറീസ് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിക്രമിനോടും ഈ വിജിയെ രക്ഷിച്ചുകൊണ്ട് കയറിപ്പോരാനായിട്ട് പറയുകയാണ്. വിക്രമിൻ്റെ കണ്ണുകൾ പൊട്ടിയിരിക്കുന്നത് കൊണ്ടിട്ട് വിജിയെ കാണാനായിട്ടൊന്നും വിക്രമിന് സാധിക്കുന്നില്ല. മാത്രമല്ല ഗുഹയുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുട്ടുമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയാണ് വിജി എന്നുള്ളതൊന്നും വിക്രമിന് മനസ്സിലാവുന്നില്ല. എന്തായാലും വിജിയെ റോപ്പിൽ കെട്ടുന്നുണ്ട്. അതിനുശേഷം വിക്രം പറയുന്നത് ഞാൻ എന്തായാലും വരില്ല, ഞാൻ എൻ്റെ ഈ നിളക്കുഞ്ഞിനെ രക്ഷിച്ചിട്ട് മാത്രം ഞാൻ വരുള്ളൂ എന്ന് പറയുകയാണ്. പക്ഷേ ഓഫീസർമാർ അതൊന്നും കേൾക്കാതെ മുകളിലേക്ക് 2 പേരെയും വലിക്കുകയാണ്. വിക്രം കിടന്ന് അലറുന്നുണ്ടെങ്കിലും ഓഫീസർമാർ വിക്രമിനെ അവിടെ നിർത്താനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ വിക്രമിനെയും അതുപോലെ തന്നെ വിജിയെയും വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ആ സമയത്ത് വിജിക്കാണെങ്കിൽ ബോധമില്ല, വിക്രമിനാണെങ്കിൽ കണ്ണ് തുറക്കാനും പറ്റാത്തത് കൊണ്ട് പരസ്പരം ഇവർ കാണുന്നില്ല കേട്ടോ. വേഗം തന്നെ മെഡിക്കൽ ടീംസ് വരികയാണ്. ഇവരെ 2 പേരെയും 2 ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. വിജിക്ക് ബോധമില്ല, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിക്രമിൻ്റെ കാര്യമാണെങ്കിൽ കണ്ണിലൊക്കെ നന്നായിട്ട് ക്ഷതം പറ്റിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും വിക്രം പറയുകയാണ് എങ്ങനെയെങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കണം, ഞാനാണ് ആ കുഞ്ഞിനെ ഏർക്കാട് കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ ഒരു പോറൽ പോലും ഇല്ലാതെ എനിക്ക് ആ കുഞ്ഞിനെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുപോകണം, എന്നെ ആ മടയിലേക്ക് ഇറക്കി വിട്, ഞാൻ കുഞ്ഞിനെ രക്ഷിച്ചോളാമെന്ന് പറയുകയാണ്. പക്ഷേ ഇതൊന്നും ആരും തന്നെ വകവയ്ക്കുന്നില്ല. മാത്രമല്ല ഒരു മയക്ക് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് മയക്കിക്കെടുത്താണ് വിക്രമിനെ. ഇതേ സമയം വിജിയുടെ അമ്മ അലറിക്കരയാണ്, ഞാനിനി എന്താ ചെയ്യേണ്ടത്, എൻ്റെ മോളെ രക്ഷിച്ചു, എൻ്റെ മരുമോനെ രക്ഷപ്പെട്ടു, പക്ഷെ അവരുടെ കുഞ്ഞ് അതിനുള്ളിൽ തന്നെയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിനെ നോക്കിയിട്ട് കരയാണ്. അപ്പോൾ ചാരു പറയുകയാണ് അമ്മേ നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഇപ്പോൾ കണ്ടില്ലേ ദൈവം ഒരു തീരുമാനം ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ തുച്ഛരായ മനുഷ്യർക്ക് അത്
ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം തന്നെ വിജിയും വിക്രമും ഒരുമിച്ച് കാണരുതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്. പക്ഷേ അവർ കണ്ടു കാണില്ലേ? ഉറപ്പായിട്ടും ഗുഹയുടെ ഉള്ളിൽ വെച്ചിട്ട് അവർ കണ്ടു കാണും. തൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് അതിനുള്ളിൽ പെട്ടതെന്ന് വിക്രം സാറിന് നന്നായിട്ട് മനസ്സിലായി കാണും. എന്തായാലും വിഷമിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിക്കാതിരിക്കില്ല എന്ന് പറയുകയാണ്. ഇനി കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് മറ്റെന്തെങ്കിലും ഒരു മാർഗം നമ്മൾ തേടിയേ തീരുള്ളൂ. ഉറപ്പായിട്ടും അതിനുള്ളൊരു വഴി നമ്മളെ തേടി വന്നോളൂ എന്ന് പറയുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ പാമ്പിൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിന് ബോധം വരികയാണ്. കുഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ മാലമ്പാമ്പിനെയാണ് കേട്ടോ. ഈ പാമ്പിനെ കണ്ടതും കുഞ്ഞങ്ങ് ഞെട്ടി പുറകോട്ടേക്ക് വീഴുകയാണ്. കുഞ്ഞിൻ്റെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അതുമാതിരി കുഞ്ഞ് ഭയപ്പെട്ടു പോവാണ്. കുഞ്ഞ് മനസ്സുകൊണ്ട് കേഴുകയാണ്. അമ്മേ, എവിടെ അമ്മേ, എന്നൊന്ന് രക്ഷിക്കാമേ എന്ന് കുഞ്ഞ് മനസ്സുകൊണ്ട് കേഴുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രേയയാണ് കേട്ടോ. അപ്പോഴാണ് അമ്മേനെ ഫോൺ ചെയ്തിട്ട് അമ്മയുടെ വാക്കം കേട്ടുകൊണ്ട് വരുന്ന അരവിന്ദനെ കാണിക്കുന്നത്. അരവിന്ദ് വരുന്ന നോട്ടത്തിൽ തന്നെയും അരവിന്ദിൻ്റെ ഭാവത്തിൽ നിന്ന് തന്നെയും ശ്രേയയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഫസ്റ്റ് നൈറ്റിന് എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കുടുങ്ങി വരുന്നത് എന്ന് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ഇത്ര വൃത്തികെട്ട തരം താഴ്ന്നൊരുത്തരാണ് ഇവൻ. എത്രയെന്ന് വെച്ചിട്ടാണ് പറയുന്നത്, എന്നാലും മനസ്സിലാക്കാനായിട്ട് ഇവന് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ശ്രേയ ചിന്തിക്കുകയാണ്. അങ്ങനെ അരവിന്ദ് വന്നിട്ട് ശ്രേയയോട് പറയുകയാണ്, മാഡം എന്തായി, ആ കുഞ്ഞിനെ രക്ഷിച്ചോ? ഇല്ല അരവിന്ദേ, ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിനെ ഇനി ആരായിരിക്കും രക്ഷിക്കുക? എന്തായാലും വിക്രം അതിനകത്തേക്ക് ചെന്നു. ആ കുഞ്ഞിൻ്റെ അമ്മയും പൊക്കി എടുത്തുകൊണ്ട് വന്നു. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായില്ല. എന്തായിരിക്കും അല്ലേ? ആ മാഡം, ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ ദൈവമേ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേന്ന്. മാഡം, ഞാനേ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അത് പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണല്ലോ. അതെ, അപ്പോൾ ഒരു 4 മണി സമയമാകുമ്പോഴത്തേക്കും തന്നെ ഇവിടേക്ക് ഇരുട്ടാവും അല്ലേ മാഡം? ഇരുട്ടാവും. എന്തായാലും ഇനിയിപ്പോൾ സമയം വൈകും തോറും ആൾക്കൂട്ടം കൂടുകയും ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം മാഡം, നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ചിട്ട് നോക്കാതെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ശ്രേയയ്ക്ക് ദേഷ്യം വരികയാണ്. ശ്രേയ ചോദിക്കുകയാണ്, അരവിന്ദേ, താൻ എന്തീ പറയുന്നത്? നമ്മുടെ റിസോർട്ടിൽ നമ്മുടെ കൺമുമ്പിൽ നിന്ന കുഞ്ഞായത്. ആ കുഞ്ഞ് അവിടെ കളിച്ച് ഓടി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതുമല്ലേ? അങ്ങനെയുള്ളൊരു കുഞ്ഞിൻ്റെ ജീവൻ വരെ ആപത്തിലാണ്. അതിനെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും സംശയമാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അരവിന്ദന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് പറ്റുന്നത്? അരവിന്ദന് ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ മാഡം. അത് പിന്നെ ഞാൻ മാഡത്തിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡത്തിനെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതാ. എന്ത്? അതൊന്നുമല്ല മാഡം, ഞാനിപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നേ. മാത്രമല്ല അമ്മ ടി വിയിലൂടെ നമ്മളെ കണ്ടുവെന്ന്. നമ്മളിങ്ങനെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് അമ്മ പറയുന്നത്. നമ്മളിവിടെ വന്നത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ ദാമ്പത്യ ജീവിതം തുടങ്ങി വെക്കണ്ടേ? ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. 3 ദിവസം മാഡത്തിന് ലീവ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇന്നും ഇന്നലെയും ഞാനുമൊക്കെ നടന്ന കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് മാഡത്തിനോട് പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം കൂടെ നശിപ്പിച്ച് കളയാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു മാഡത്തിനെയും കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് റിസോർട്ടിലേക്ക് പോകാനായിട്ട്. കാരണം ഇത് നമ്മുടെ കുട്ടിയൊന്നുമല്ലല്ലോ നമ്മളിങ്ങനെ ശ്രദ്ധാപൂർവം ഇങ്ങനെ ഇരിക്കാനായിട്ട്. അരവിന്ദേ, താൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരുടെ കുഞ്ഞാണെങ്കിലും അതൊരു ജീവനല്ലേ? അതിവിടെ കിടന്ന് പിടയുന്ന സമയത്ത് തനിക്ക് ആഘോഷിക്കാനായിട്ടാണോ നേരം? അയ്യോ മാഡം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണെങ്കിലും കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കും, ആര് രക്ഷിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങാണ്. അതുകൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നതിന് ശേഷം, കുഞ്ഞ് രക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് റിസോർട്ടിലേക്ക് വരുള്ളൂ എന്ന് ശ്രേയ കട്ടായം പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് അരവിന്ദ് വിചാരിക്കുകയാണ്, അയ്യോ ഈ മേഡത്തിനെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എന്തൊരവസ്ഥയത് എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ് ആ ഭാഗത്ത് നിന്നങ്ങ് മാറിക്കളയാണ്. ഈ സമയത്ത് ശ്രേയ വിചാരിക്കുകയാണ്, ഇവനെ ഇങ്ങനെ ചുമ്മാ വെറുതെ വിട്ടാ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനിഞ്ഞാന്നും അതിൻ്റെ മുന്നത്തെ ദിവസവും ചെയ്തതുപോലെ തന്നെ ഇവനൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു വില്ലനുണ്ടല്ലോ, അയാളെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഈ അരവിന്ദിനെ ഒരു ദിവസം മുഴുക്കൻ ഏർക്കാട് കിടന്ന് ചുറ്റിക്കണം. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ മാത്രമേ അരവിന്ദ് റിസോർട്ടിലേക്ക് വരാൻ പാടുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറയുകയാണ്. അതനുസരിച്ച് തന്നെ ഈ ഗുണ്ട വിളിച്ചേർപ്പാടാക്കിയ ഒരാൾ അരവിന്ദിനെ തേടി വരികയാണ്. അല്ല സാർ എനിക്കൊരു ഉപകാരം ചെയ്യുമോ?
എല്ലാവരും നോക്കിക്കഴിഞ്ഞപ്പോൾ സാറിനെ കണ്ടപ്പോൾ നല്ല മനസ്സുള്ള ഒരാളായിട്ട് തോന്നി. എന്തുപകാരം ചെയ്യാൻ? അതെ, എൻ്റെ വണ്ടി പെട്ടെന്നൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഒന്ന് തള്ളിത്തരികയാണെങ്കിൽ എനിക്ക് വണ്ടിയുമായിട്ട് മുന്നോട്ട് പോവായിരുന്നു. എന്ത്? അതിനിപ്പോൾ ഇവിടെ ഇത്രയധികം ആൾക്കാരുള്ളപ്പോൾ താൻ എന്തിനാ എന്നെ വിളിച്ചത്? അത് ശരിയാ സാർ, ഇത്രയധികം ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ സാറിനെ പോലെ നല്ലൊരു മനഃശുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. അങ്ങനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അരവിന്ദൻ്റെ മനസ്സങ്ങ് ഇളകുക കേട്ടോ. ആ, എവിടെ വണ്ടി കിടക്കുന്നത്? പിന്നെ തള്ളി തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്ത് തരാം. സ്റ്റാർട്ട് ചെയ്ത് തരാം. താൻ തള്ളിയാൽ മതി. ശരി സാർ, അങ്ങനെ ചെയ്യാം. ഹോ, എന്നെ ഇയാൾ പുകഴ്ത്തുന്നത് ശ്രേയ മേഡം ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് അടിച്ച് പൊളിക്കായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ് കാറിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ തള്ളുകയാണ്. അയ്യോ, താനെന്ത് ഇങ്ങനെ തള്ളുന്നത്? മര്യാദക്ക് തള്ളുമെന്ന് പറയുകയാണ്. അയാൾ തള്ളിയിട്ട് വണ്ടി നീങ്ങുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. അതും ഇവരെ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ തന്നെയാണ്. അവരുടെ അടുത്ത് അരവിന്ദ് സഹായം ചോദിക്കുകയാണ്. അതിനിപ്പോൾ എന്താ ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ തള്ളുകയാണ്. വണ്ടി സ്റ്റാർട്ടാവുകയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടെ വണ്ടിയുടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഒരേ സ്ഥലത്തു നിന്ന് വന്ന ഒരേ ടീമായിരുന്നോ? എന്നിട്ടാണോ എന്നെ വന്ന് വിളിച്ചത്? ഇവരൊക്കെ ഉണ്ടായിട്ടും ഇവരാരും സഹായിച്ചു കാണില്ല അല്ലേ? ഞാൻ എന്തായാലും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇയാൾ കത്തിയെടുത്ത് അരവിന്ദിനെ കാണിക്കുകയാണ്. മര്യാദക്ക് ഞാൻ പറയുന്നത് കൊടുത്ത് നീ വണ്ടി ഓടിക്കുമെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ അരവിന്ദ് ആകെ പാനിക്കാവാണ്. അയ്യോ, എന്തിനാ എൻ്റെ നേരെ കത്തിയൊക്കെ നീട്ടുന്നത്? അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തത്? നീ എന്താ ചെയ്തതെന്നുള്ളത് വഴിയെ പറയാം. നീ മര്യാദക്ക് വണ്ടി എടുക്കടാ എന്ന് പറയുകയാണ്. അങ്ങനെ അരവിന്ദ് ഗത്യന്തരമില്ലാതെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മൊത്തം നീ ഏർക്കാട് മുഴുക്കൻ ചുറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ ചെയ്തടാ. ദേ നോക്ക്, ഞാൻ ആരുടെ ഭർത്താവാണെന്നറിയാമോ? ഞാനൊരു ഗവൺമെൻറ് ഓഫീസറുടെ ഭർത്താവാണ്. എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് എന്നെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്വർണ്ണമൊക്കെ അടിച്ച് മാറ്റാനായിട്ടാണ്, അല്ലെങ്കിൽ പൈസയൊക്കെ അടിച്ച് മാറ്റാനായിട്ടാണ് നിങ്ങളെ ശ്രമമെങ്കിൽ അതൊന്നും നടക്കില്ല. എൻ്റെ ഭാര്യ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെന്നും വെറുതെ വിടില്ല. മാത്രമല്ല, എൻ്റെ ഭാര്യ നേർമയായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥയാണ്. ഒരിക്കലും എൻ്റെ ഭാര്യ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ട് എന്നെ ഇറക്കി വിട്. ആണല്ലേ? നിൻ്റെ ഈ പൊട്ടത്തരവൊന്നും കേൾക്കാനായിട്ടേ ഞങ്ങൾക്ക് സമയമില്ല. നീ കോമഡി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പറയുകയാണ്. ഇതിനിടയിൽ ശ്രേയ ഇയാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരിടത്ത് ഇറക്കാൻ പറഞ്ഞാലും ഇറക്കണ്ട. ഭക്ഷണം അവന് നന്നായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം മേടിച്ചു കൊടുത്തോ. അതിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം. രാത്രി മുഴുക്കെ അവനെ കറക്കി നാളെ രാവിലെ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ ഇവനെ കൊണ്ടുവന്ന് ഇറക്കിയാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അത് പറഞ്ഞതനുസരിച്ച് തന്നെ അരവിന്ദിനെ ഇട്ട് ചുറ്റിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രേയ നേരെ രംഗൻ എന്ന് പറയുന്ന ഗുണ്ടയെ വിളിച്ചിട്ട് പറയുകയാണ്, എന്തായാലും നിങ്ങളുടെ ആൾക്കാർ കൃത്യമായിട്ടുള്ള സമയത്ത് വന്ന് കൃത്യമായിട്ട് അവനെ പൊക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പൈസ വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഇല്ല മാഡം, ഒരു പൈസയും വേണ്ട. എന്തായാലും ആ ബാലമാഷിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ 5 ലക്ഷം രൂപയുണ്ടല്ലോ, അതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ആ ഗണത്തിൽ കൂട്ടിക്കോളാം. അതുകൊണ്ട് മാഡം ഇനി വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. ഇപ്പം എന്തായാലും പൈസയൊന്നും വേണ്ടാന്ന് പറയുകയാണ്. ശരിയെന്ന് ശ്രേയം പറയുകയാണ്. കോള് കട്ട് ചെയ്യുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് പരിഭ്രാന്തി പിടിച്ച് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പരിശ്രമവും നടക്കാതെ ആയപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, സർ, നമ്മൾ ഇത്രയും വൈകുന്തോറും കുഞ്ഞിൻ്റെ ജീവൻ ആപത്താണ്. ഇനി എന്താ സർ ചെയ്യേണ്ടത്? നമ്മൾ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ഓഫീസർ പറയുകയാണ്, കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കുഞ്ഞിപ്പോൾ വീണിരിക്കുന്നത് പാമ്പിൻ്റെ മടയിലാണ്. ആ പാമ്പിനാണെങ്കിൽ നല്ല വിഷമുണ്ട്. മാത്രമല്ല മലമ്പാമ്പുമാണ്. അതിന് വിശപ്പ് വന്നാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ അത് വിഴുങ്ങും. കുഞ്ഞിനെ അവിടെ കയറി രക്ഷിക്കുക എന്നുള്ളത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് സർ. അപ്പോൾ സാർ എന്താ പറഞ്ഞു വരുന്നത്? കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നോ? അല്ല, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും സാധനങ്ങളൊക്കെ വേണം. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. ആ പാമ്പിന് വിശപ്പ് വരുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ഗ്യാപ്പുള്ളൂ. അതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് മുകളിൽ നിന്ന് ആദിവാസികളുണ്ടല്ലോ, അവർ വിളിച്ച് പറയുകയാണ്, സർ, ഇപ്പോൾ ആ പാമ്പിന് വിശപ്പില്ല സർ. അതിന് വിശപ്പാവുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ്. ഈ സമയം കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും ഒരു ഉറപ്പില്ല കേട്ടോ. ആ സമയത്താണ് വിജിനെ ആംബുലൻസിലാക്കിയല്ലോ, അവിടെ നിന്നുകൊണ്ട് വിജിയുടെ അമ്മ കരയുകയാണ്. എൻ്റെ മോളെ, ഞാൻ ഇനി എന്ത് ചെയ്യും? നീ എഴുന്നേറ്റിട്ട് നിൻ്റെ കുഞ്ഞെന്തേന്ന് ചോദിച്ചാൽ ഞാൻ നിന്നോട് എന്ത് മറുപടിയാടി പറയാമെന്ന് ചോദിച്ചുകൊണ്ട് ഈ അമ്മ കരയുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വിക്രമിൻ്റെ അമ്മ വരുന്നത് ഇവർ കാണുന്നത്.
വേഗം തന്നെ ഇവർ വിക്രമിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കരയുകയാണ്. അപ്പോഴേക്കും വിക്രമിൻ്റെ അമ്മ ചോദിക്കുകയാണ്, അല്ല കുഞ്ഞിനെ രക്ഷിച്ചോ? ഇല്ല, കുഞ്ഞിനെ രക്ഷിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ കവിൻ വന്നിട്ട് പറയുകയാണ്, മുത്തശ്ശി അച്ഛൻ പറഞ്ഞോ, അച്ഛൻ കുഞ്ഞിനെ നിളയെ രക്ഷിക്കാനായിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങി, അച്ഛൻ ഒരുപാട് മുറിവുകൾ പറ്റി, അച്ഛൻ്റെ കണ്ണൊക്കെ മുറിഞ്ഞു എന്നൊക്കെ പറയുകയാണ്. ഇവരാകെ പരിഭ്രാന്തിപ്പെടുകയാണ്. അയ്യോ എൻ്റെ മോനൊരു മുള്ളു കൊണ്ടാൽ പോലും എനിക്ക് സഹിക്കില്ല, ഞാനിതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിക്രം കിടക്കുന്ന ആ ഒരു ആംബുലൻസിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ അവിടെ ഇരുന്ന ഡോക്ടർ പറയുകയാണ്, മാഡം നിങ്ങളിവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കാൻ നിൽക്കരുത്, നിങ്ങളുടെ മകന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കരയാൻ നിൽക്കണ്ട, ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാകാനും നിൽക്കണ്ട, ദയവ് ചെയ്ത് എൻ്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ് കേട്ടോ. എന്തായാലും കുഞ്ഞ് അത്രയും നേരം ആ മടയിൽ തന്നെയാണ്, ആരും തന്നെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങുന്നില്ല. അതേസമയം തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഈ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാകെ പേടിച്ച് വിറച്ച് നിന്ന് പോവാണ്. ആ സമയത്താണ് കുറച്ച് മയിൽപീലിയായിട്ട് ഒരു ആദിവാസി പയ്യൻ ആ വഴി പോവുകയാണ്. അങ്ങനെ പോലീസ് പിടിച്ച് നിർത്തുകയാണ്. അല്ല, തൻ്റെ കയ്യിൽ ഒരുപാട് മയിൽപീലി ഉണ്ടല്ലോ, എന്താ മയിലിനെയൊക്കെ കൊന്നിട്ടാണോ ഈ മയിൽപീലിയായിട്ട് പോകുന്നത്? അയ്യോ സാർ, അങ്ങനെയൊന്നും പറയല്ലേ, ഒരിക്കലും ഞങ്ങൾ മയിലിനെ ഒന്നും ചെയ്യില്ല, കാരണം ഞങ്ങളുടെ ഭഗവാന്റെ വാഹനമാണ് മയിൽ, ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല, ഞാനിത് കൊഴിഞ്ഞു കിടന്ന പീലികളെല്ലാം ശേഖരിച്ചുകൊണ്ട് വരികയാണെന്ന് പറയുകയാണ്. പെട്ടെന്നാണ് ചാരുവിന് ഒരു ഐഡിയ മനസ്സിൽ ഉദിക്കുന്നത്. വേഗം തന്നെ ചാരു ചെന്നിട്ട് ഒരു മയിൽപീലി ആ പയ്യനോട് ചോദിച്ച് മേടിക്കുകയാണ്. അപ്പോഴേക്കും ആകാശ് ചോദിക്കുകയാണ്, അല്ല ചാരു, നീ എന്തിനാ മയിൽപീലി ആ പയ്യനോട് ചെന്ന് ചോദിച്ച് മേടിച്ചത്? ഇത് നമ്മൾക്ക് നിങ്ങളെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുകയാണ്. നിളയെ രക്ഷിക്കാനോ? എന്നിട്ട് ഈ മയിൽപീലി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ പറയാം മക്കു ചേട്ടാ, അതിന് മുമ്പായിട്ട് ഒരു നാരങ്ങ എനിക്ക് ഒപ്പിച്ച് തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എവിടെ നിന്നൊക്കെയോ ആകാശ് ഒരു നാരങ്ങയായിട്ട് വരികയാണ്. അങ്ങനെ ഈ നാരങ്ങ മയിൽപീലിയുടെ ആ ഒരു കമ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കുത്തിയിറക്കുകയാണ് ചാരു. അങ്ങനെ അതുമായിട്ട് വരണ കാണുമ്പോൾ പോലീസ് ചോദിക്കുകയാണ്, അല്ല ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? സർ, നമുക്ക് വേണ്ടത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാന്ന് സാറ് പറഞ്ഞില്ലേ, പക്ഷേ അതിനേക്കാളും ഉപരി യൂണിവേഴ്സിൻ്റെ ഒരു ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി, അതിനെയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത്, ദൈവം ഇനി നമുക്ക് മാർഗം തരും എന്ന് പറയുകയാണ്. ഈ സമയത്ത് എല്ലാവരും ഇവളെന്തീ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. ശ്രേയം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ചാരു എന്തോ ഒന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തായാലും ചാരു തന്നെയായിരിക്കും കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പ്രൊമോയിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നടക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക കേട്ടോ. ഇന്നത്തെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ സീരിയൽ റിവ്യൂ ചെയ്യട്ടെ, അത് നിങ്ങൾ കാണുമോ? നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും കാണാം. അതുവരെ ടാറ്റാ.